ദൈവത്തിന് മഹത്വം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സകല മഹത്വവും ദൈവത്തിന്റെ കരയിട്ടിരുന്നു. പാൻഡ് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ 173-ാമത്തെ പ്രെയർ സൂം മീറ്റിംഗ് ആണ് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. ഓരോ പല പ്രതിസന്ധി ഘട്ടങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വന്നു എങ്കിലും ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ 172 പ്രാവശ്യവും വളരെ അനുഗ്രഹമായിട്ട് മീറ്റിംഗ് നടക്കുവാൻ നമ്മളെ ദൈവം ഇടയാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു, ഇത്രത്തോളം സഹായിച്ചു. ഇന്നും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കൂടി വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഓർഡർ വായിക്കുന്നതിന് മുമ്പേ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊള്ളട്ടെ. റോമർ 8:26-27. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നമ്മുടെ ഒരു ആപ്തവാക്യമായിട്ട് നമുക്കത് എടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഓർഡർ ഒന്ന് വായിക്കട്ടെ. ഓപ്പണിംഗ് പ്രെയർ മേരി എബ്രഹാം, ചെന്നൈ. സോങ്സ് 2 പാട്ടുകൾ നമ്മുടെ എൽസിയാൻറ്റി നമുക്ക് വേണ്ടി പാടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. മെസ്സേജ് തങ്കമ്മ സഹോദരി അമേരിക്കയിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതാണ്. പ്രെയർ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ റൂമിലേക്ക് മാറും. 7:25 വരെയാണ് പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നത് പ്രസന്ന നാരായണൻ സഹോദരിയാണ്. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഓർഡർ. ഇപ്പോൾ ആദ്യമായിട്ട് ഓപ്പണിംഗ് പ്രെയർ ചെയ്യുന്നതിന് മേരി അബ്രഹാമിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ ദൈവമേ, അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് കർത്താവെ വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സഹായിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 173-ാം പ്രെയർ സൂം മീറ്റിംഗിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ, അതിനായി സ്തുതിക്കുന്നു. കർത്താവെ, ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് അന്യോന്യമുള്ള സ്നേഹ കൂട്ടായ്മയ്ക്കൊക്കെയും ആക്കി തീർക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇത് നടത്തുന്ന സഹോദരി പ്രത്യേക ഷീബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും അവിടുന്ന് വേണ്ടുന്ന എല്ലാ കൃപകളും നൽകി അവരെ സഹായിക്കണം, അവരെ നടത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനേകർക്ക് പ്രയോജനകരമായി ഇത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വരങ്ങളുടെയും നല്ല ദാനങ്ങളുടെയും ഉറവിടം അവിടുന്ന് മാത്രമാണല്ലോ. കർത്താവെ, അപേക്ഷിച്ചാൽ ഞങ്ങൾക്ക് അവിടുന്ന് നൽകാമെന്ന വാഗ്ദത്വവും നൽകിയിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കാൻ അങ്ങേ സ്തുതിക്കുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അവിടുത്തെ സന്നിധിയിൽ ഏത് സമയത്തും അടുത്തു വരുവാൻ തക്കവണ്ണം, അവിടുത്തെ മക്കളെന്ന പദവിയിൽ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ഞങ്ങൾക്ക് തന്ന പുതുവഴിയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് കർത്താവെ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് നടക്കുവാനിരിക്കുന്ന എല്ലാ പ്രോഗ്രാമിന്മേലും അവിടുത്തെ അനുഗ്രഹം പകരണമേ. കർത്താവെ, വന്നുകൂടിയിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധിക്ക് അത് കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സഹോദരി ശാന്തമ്മ ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകളെ അവിടുന്ന് എത്രത്തോളം ബലപ്പെടുത്തി എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് സഹായിച്ചു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പോയ വഴിയിലൊക്കെയും കൂടെ ഇരുന്ന് സുഭദ്രമായി തിരിച്ചു കൊണ്ടുവന്നതിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കുന്ന സഹോദരി എൽസി ബേബിക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്ന മകളായിട്ട് ഞങ്ങൾക്കൊക്കെയും അവിടുന്ന് നൽകിയിരിക്കാൻ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കണമേ. അതുപോലെ കർത്താവെ, മെസ്സേജ് നൽകുന്ന സഹോദരി തങ്കമ്മ സാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, മകളും വാർദ്ധക്യത്തിലും കർത്താവെ അവിടുന്ന് വഴി നടത്തി എല്ലാവർക്കും അനുഗ്രഹമായി വെച്ചിരിക്കുക സ്തുതിക്കുന്നു. കർത്താവെ, വചനം പറയുമ്പോൾ അത് പറയേണ്ടുന്ന വിധത്തിൽ പറയുവാൻ തക്കവണ്ണമുള്ള എല്ലാ കൃപകളും അവിടുന്ന് നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ക്ലോസിംഗ് പ്രയർ നടത്താനിരിക്കുന്ന സഹോദരിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. അങ്ങനെ കർത്താവെ, പ്രോഗ്രാം എല്ലാം അവിടുത്തെ അനുഗ്രഹം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായി ഗ്രൂപ്പില് കൂടുമ്പോൾ കർത്താവെ, ഒരുമനപ്പെട്ട് അവിടുത്തെ സാന്നിധ്യബോധത്തിൽ ആയിരിക്കാനും കർത്താവെ, ഞങ്ങൾ ഏറ്റവും അനുഗ്രഹമായ സമയമായിരിക്കാനും തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെ ആദ്യോടന്തം എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് കർത്താവെ ഞങ്ങൾ നടത്തുകയും അത് ഞങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമാക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. മാനവ മഹത്വം അവിടത്തേക്ക് തന്നെ കർത്താവെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവെ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു സിസ്റ്റർ മോളി. ഇനി അടുത്തതായിട്ട് നമുക്ക് പാട്ടാണ്. അതിന് വേണ്ടിയിട്ട് പ്രിയ എൽസി ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. 2 മനോഹരമായ പാട്ടുകൾ ഇപ്പോൾ നമുക്ക് കേൾക്കാവുന്നതാണ്. ദൈവത്തിന്റെ മഹത്വം. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ആന്റിക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ പാടി സ്തുതിക്കാനായിട്ട് പ്രിയ ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. കേക്കത്തില്ല. മ്യൂട്ടാണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ പറയുന്ന പോലെ ഈ വാർദ്ധക്യത്തിലും ഇത്രയും സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ അനുഭവ സാക്ഷ്യമാണ് ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജീവിത സാക്ഷ്യം മാത്രമാണ്. ശബ്ദം എൻ്റെ തൊണ്ടയ്ക്ക് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ഞാനങ്ങ് പാടുകയാണ്. എന്തേൽപ്പിച്ചാലും നോ പറയാത്തൊരു സ്വഭാവമാണ് എനിക്കുള്ളത്. കാരണം ഇതാണ് എൻ്റെ ജീവിതം, എൻ്റെ രക്ഷ, എൻ്റെ ധൈര്യം, എൻ്റെ ബലം. അതുകൊണ്ട് ഞാൻ എനിക്കറിയാം നാളുകൾ ഇനി അധികം ഇല്ലല്ലോ. അത് കിട്ടുന്ന സമയം തക്കത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ പാട്ടുകാരിയൊന്നും അല്ല, എങ്കിലും പാടാൻ കഴിവുണ്ട്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യമാണ്. യേശുരക്ഷകൻ എന്നല്ല ഇടയൻ, താൻ ആടുകളിലൊന്നിനും ഇല്ലോരു കുറവും, നന്മ മാത്രമേ പൂർണ്ണ കൃപയും, യേശുവേ നിൻ ആടിനെ എപ്പോഴും പിൻചെല്ലും. ഞാൻ നാശവഴിയിൽ തെറ്റിടും നേരത്തിൽ താൻ സ്വർഗഭാഗ്യം വിട്ടു താൻ എന്നെ അന്വേഷിപ്പാൻ, നന്മ മാത്രമേ പൂർണ്ണ കൃപയും, യേശുവേ നിൻ ആടിനെ എപ്പോഴും പിൻചെല്ലും. തൻ ശബ്ദം കേട്ടു ഞാൻ സന്തോഷത്തോടെ താൻ തൻ മാർവിലെന്നെ അണച്ചു, എൻ കണ്ണീർ തുടച്ചു. നന്മ മാത്രമേ പൂർണ്ണ കൃപയും, യേശുവേ നിൻ ആടിനെ എപ്പോഴും പിൻചെല്ലും. എൻ പാപമുറിവോ യേശു പൊറുപ്പിച്ചു, തൻ സ്വന്ത രക്തം തന്നവൻ ആ നല്ല ഇടയൻ. നന്മ മാത്രമേ പൂർണ്ണ കൃപയും, യേശുവേ നിൻ ആടിനെ എപ്പോഴും പിൻ
പിൻചെല്ലും. എന്നെ വിളിച്ചവൻ എന്നേക്കും വിശ്വസ്തൻ. താൻ അന്ത്യത്തോളം എന്നെയും വിടാതെ സൂക്ഷിക്കും. നന്മ മാത്രമേ പൂർണ്ണ കൃപയോ യേശുവിൻ ആടിനെ എപ്പോഴും പിൻചെല്ലും. താൻ സ്വർഗഭാഗ്യവും മാറാത്ത തേജസ്സും ഞാൻ യേശു തരും എനിക്കും കുറവോ. നന്മ മാത്രമേ പൂർണ്ണ കൃപയോ യേശുവിൻ ആടിനെ എപ്പോഴും പിൻചെല്ലും. ആമേൻ. സ്തോത്രം. ഇതെന്റെ അനുഭവമാണ്. ഇനി അടുത്തത് ഞാൻ എന്റെ സന്തോഷത്തിന്റെ ഒരു ഗീതമാണ്. അതും എന്റെ സാക്ഷ്യമാണ്. പഴയ പാട്ടുകളാണ് ഇതൊക്കെ. എപ്പോഴും ഞാൻ സന്തോഷിക്കാം, എൻ യേശു എന്റെ ഗാനം. എല്ലായിടവും ആഘോഷിക്കാം, എൻ രക്ഷകന്റെ ദാനം. യേശുവേ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഭാഗ്യം എൻ സന്തോഷം. നിൻ രാജ്യത്തിനൊരന്യനായി ഭൂമി വന്നുഴന്നു. നീ വന്നതാലെ ധന്യനായി പ്രവേശനം നീ തന്നു. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഭാഗ്യം എൻ സന്തോഷം. ഈ ലോകത്തിൽ ഓർമാനവും എനിക്കില്ലായിലെന്ത് സ്വർഗീയ പേരും സ്ഥാനവും തരും എൻ ദിവ്യബന്ധു. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഭാഗ്യം എൻ സന്തോഷം. എൻ നാമം മായ്ച്ചു കളവാൻ പിശാചിനാൽ അസാധ്യം. എൻ യേശു രക്ഷകർക്കും തൻ രക്തത്തിൻ സമ്പാദ്യം. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഭാഗ്യം എൻ സന്തോഷം. മൃത്യുവിനാൾ സമീപിച്ചാൽ എങ്ങില്ല ക്ലേശം താപം. എൻ ജീവൻ ക്രിസ്തനാകയാൽ മരിക്കയാലും ലാഭം. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഭാഗ്യം
എൻ സന്തോഷം. സന്തോഷമേ സന്തോഷമേ എൻ ദൈവത്തിനു സ്തോത്രം. എൻ ജീവനാം എൻ യേശുവേ നീയും സ്തുതിക്കു പാത്രം. യേശുവേ നീ സ്വർഗത്തിൽ എന്റെ നാമം എഴുതി ആരും എടുക്കാത്ത ഭാഗ്യം എൻ സന്തോഷം. ആരും എടുക്കാത്ത ഭാഗ്യം എൻ സന്തോഷം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മനോഹരമായ 2 പാട്ടുകൾ നമ്മൾ കേട്ടു. ദൈവം എത്രത്തോളം സഹായിച്ചു. പ്രിയ ആന്റിക്ക് നല്ല 2 അനുഭവത്തിൽ കൂടെ പാടുവാനും പഴയ പാട്ട്, മനോഹരമായ പാട്ട് പാടി നമ്മളെ സന്തോഷിപ്പിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം. അടുത്തതായിട്ട് നമ്മൾ മെസ്സേജിനായിട്ട് കാത്തിരിക്കുകയാണ്. പ്രിയ തങ്കമ്മ സഹോദരിയെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കേൾക്കാമോ? ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. ഈ നല്ല സമയത്ത് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത്. നമുക്ക് അനേക വിഷയങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ വചനം നമുക്ക് ഏറ്റവും ആവശ്യമാണല്ലോ. മാത്രമല്ല 2 പാട്ട് അനുഗ്രഹകരമായി പാടി എന്നെയും ബലപ്പെടുത്തിയ എൽസി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താനൊരു കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയായിരുന്നു. അത് തന്നെയാണ് പാട്ടിലും പാടിയത്. ഇനിയും സമയങ്ങൾ എത്ര കിട്ടുമെന്ന് അറിയുകയില്ല. എന്നാൽ കിട്ടുന്ന സമയം അത് തക്കത്തിൽ ഉപയോഗിപ്പാൻ ദൈവം ബലപ്പെടുത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കും അത് മാത്രമേ പറയുവാനുള്ളൂ. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും ദൈവമേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു, എനിക്ക് വേണ്ടിയത് നൽകി തരണമേ എന്നുള്ള ആര് സംസാരിക്കുന്നു, ഇതല്ല നമ്മുടെ വിഷയം. ദൈവാത്മാവാണ് നമ്മൾക്ക് വചനം തരുന്നത്. അപ്പം ദൈവമേ എന്നോട് സംസാരിക്കണമേ, എനിക്ക് ഇന്നത്തെ വചനം പ്രയോജനകരമാണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണം. മാത്രമല്ല ഈ നിങ്ങളിൽ ഏറ്റവും ബലഹീനയും യാതൊരു കഴിവുമില്ലാത്ത എന്നെയും പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് ഞാൻ ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ 2ാമത്തെ മകൻ റിനോയുടെ കൂടെ അമേരിക്കയിലാണ്. വളരെ ഭയത്തോടെയാണ് ഇങ്ങോട്ട് പോകുന്നതെങ്കിലും ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാരവും ഉണ്ടാകാതിരിപ്പാൻ ശാരീരികമായി പല ക്ലേശങ്ങളുള്ള എനിക്ക് ദൈവമേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവര് ജോലിയിലും ഒക്കെ ബന്ധപ്പാട് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്നെ ദൈവം ഇത്രത്തോളം കാത്ത് സൂക്ഷിക്കുന്നു. ഇതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന മാത്രമാണ് എന്നുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാതൊന്നും എനിക്ക് പോഴുവാനില്ല. ഇങ്ങനെ ഒരു അവസരം പിന്നെയും നൽകി തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുണ്ട്. ഒന്ന് ഒരു നന്ദിയുടെ വാക്കാണ്, പിന്നെ പ്രാർത്ഥനയ്ക്കായിട്ടൊരു വിഷയമാണ്. ഇത് രണ്ടും എൻ്റെ സഹോദരിമാർ എനിക്ക് വേണ്ടി ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഒന്ന്, നമ്മളേറെ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൈതലാണ് എയ്ഡൻ. ബ്ലഡ് ക്യാൻസർ 3-ാം വയസ്സിൽ വന്നതാണ്. അവന് ദൈവകൃപയാൽ കഴിഞ്ഞ 9 വർഷക്കാലം ട്രീറ്റ്മെന്റിലായിരുന്നു. പലപ്പോഴും പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോൾ വളരെ ഭാരപ്പെട്ടുവെങ്കിലും
പിന്നെയും ട്രീറ്റ്മെന്റ് തുടർന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാവരുടെയും. ആ കുഞ്ഞ് കഴിഞ്ഞ വർഷം തൊട്ട് സമ്പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഇന്ന് ഒരു നോർമൽ പൈതലായി, 12 വയസ്സുള്ള പൈതലായി ഇപ്പോൾ നോർമൽ സ്കൂളിൽ ഫിലഡൽഫിയയിൽ മാതാപിതാക്കളോടുകൂടെ ആയിരിക്കുകയും നോർമൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയുന്നു. ഞാനത് പ്രത്യേകം പറയുവാൻ കാരണം, ഈ പൈതൽ എന്ന് പറയുന്നത് എൻ്റെ നേരെ മൂത്ത ബ്രദറിൻ്റെ ഗ്രാൻഡ് സൺ ആണ്, മകളുടെ മകനാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയം, നമ്മളിൽ പലരും അറിഞ്ഞതുപോലെ അബിഗയിൽ എന്നുള്ള ഒരു പൈതൽ 3 വയസ്സുള്ള കുഞ്ഞാണ്, ഡാളസിലാണ്. ആ പൈതലിന് പെട്ടെന്ന് ഒരു ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുകയും കഴിഞ്ഞ ആഴ്ച അത് റിമൂവ് സർജറി ചെയ്യുകയും ചെയ്തു. സർജറി സക്സസ്ഫുൾ ആയിരുന്നു. ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു, ദൈവത്തെ സ്തുതിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ റിപ്പോർട്ട് വന്നു. പതോളജി റിപ്പോർട്ട് വന്നപ്പോൾ കുഞ്ഞിന് 6 to 8 months കീമോ എടുക്കണമെന്ന്. അവരെന്താണ്, ഏത് കാറ്റഗറിയിലുള്ള ക്യാൻസർ ആണെന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. 6 to 8 months ട്രീറ്റ്മെന്റ്, കീമോ എടുക്കണമെന്ന് റിപ്പോർട്ട് വന്നു. നിങ്ങൾക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് പേരൻസും എല്ലാം തകർന്നു പോകുന്ന ഒരവസരമാണ്. എന്നാൽ കുഞ്ഞ് ആ ട്രീറ്റ്മെന്റിൽ കോപ്പറേറ്റ് ചെയ്യുവാനും അവൾ ടോളറേറ്റ് ചെയ്യുവാനും, കൊച്ചു കുഞ്ഞാണ്, 3 വയസ്സേ ഉള്ളൂ, എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിനും കാരണമുണ്ട്, ഇത് എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറാണ്. ഞങ്ങൾ 8 പേരുള്ളതിൽ ഇനി ആ അമ്മാമ്മയും ഞാനും മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. പ്രിയ അമ്മാമ്മ ട്രിവാൻഡത്താണ്, 85 year old ആണ്. സ്വാഭാവികമായിട്ട് തളർന്നു പോകാം, എങ്കിലും ദൈവം, അമ്മാമ്മയും ഒരു വിധവയാണ്. അമ്മാമ്മയുടെ മകളുടെ കൊച്ചുമകളാണ്, ഡാളസിലാണ്. പ്രത്യേകം ആ കുഞ്ഞിനെയും ഓർത്ത് പ്രാർത്ഥിക്കണം, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ 2 കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇനി ഞാൻ വചന ശുശ്രൂഷ, നമുക്ക് സമയം അധികമില്ലല്ലോ, അതുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് പല സമയത്തും കേട്ട, പല സഹോദരിമാരിൽ നിന്നും കേട്ട വിഷയമാണെങ്കിലും പൗലോസിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ്. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതെങ്ങനെയാണ് അത് നമുക്ക് പ്രായോഗികമായി പ്രയോജനപ്പെടുന്നതെന്ന് ചില ഭാഗങ്ങളിൽ, ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അല്പം ചില പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാൻ സമയപരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം വചനത്തിൽ നിന്നുമാണല്ലോ നമ്മൾ ശക്തിപ്പെടുന്നത്. ഈ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എല്ലാ ലേഖനങ്ങളിലും തൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. താനൊരു പ്രാർത്ഥനാ വീരനായിരുന്നുവല്ലോ. എന്നാൽ അതിലൊക്കെയും നമ്മൾ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ തൻ്റെതായ, തനിക്ക് വേണ്ടി, അല്ലെ തൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ, ഒരു പ്രാവശ്യം തനിക്ക് ഒരു ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു. 3 പ്രാവശ്യം അത് നീങ്ങിപ്പോകുവാൻ താൻ പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. നമുക്കറിയാം, 2 കൊരിന്ത്യർ 12:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് അത്. തൻ്റെ കഴുത്ത് റോമ പടയാളിയുടെ വാളിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെയും ഈ ശക്തിയും ഈ കൃപയുമാണ് തന്നെ ധൈര്യത്തോടെ നിലനിർത്തിയതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്, പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും പൗലോസ് തൻ്റെതായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടില്ല. അത് ഈ കൃപയും ശക്തിയും
തന്നെ ബലപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. നമുക്കും അതൊരു മാതൃകയായിരിക്കട്ടെ. നമ്മളും പലപ്പോഴും ചെന്ന് പരാതി പറയുന്നവരും പിറുപിറുക്കുന്നവരും എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒക്കെ ആണല്ലോ. എന്നാൽ നമുക്ക് ശക്തി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ പരമേൽപ്പിച്ചിട്ട് എന്തു തന്നെ ഉത്തരം നമുക്ക് ലഭിച്ചാലും അത് സന്തോഷത്തോടെ സ്വീകരിച്ച്, ഇവിടെ അതാണ്, എൻ്റെ കൃപ നിനക്ക് മതി മതി, അത് മാത്രം മതി, ഇനി അത് മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ ദൈവം ഇടയാകട്ടെ. പൗലോസിന്റെ പ്രാർത്ഥനയുടെ ചില ശ്രേഷ്ഠ വശങ്ങൾ മാത്രം ചിന്തിച്ച് അല്പനിമിഷത്തേക്ക് ചിന്തിച്ച് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. ഒന്ന്, തൻ്റെ പ്രാർത്ഥന കഷ്ടങ്ങളിലും പ്രത്യാശയിലും ധൈര്യം നൽകുന്നതാണ്. ധാരാളം കഷ്ടങ്ങൾ നമുക്കറിയാം. കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കഷ്ടം അനുഭവിച്ച ഒരു ദൈവദാസനാണ് ഒരിക്കൽ പോലും പിറുപിറുക്കാതെ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ താൻ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും പ്രത്യാശ കൊണ്ട് നിറയ്ക്കാനും കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഒരു വാക്ക് എനിക്ക് വളരെ പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയതാണ്. നമ്മുടെ പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. അതാണ് താൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത്. താൻ ഓടിപ്പോയിരുന്ന് പ്രാർത്ഥിക്കുക, സകല സമയം തൻ്റെ പ്രാർത്ഥന എപ്പോഴും ഇടവിടാതെ ഇങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴും, സകല പ്രാർത്ഥനയിലും ഇങ്ങനെയുള്ള വാക്കുകൾ സൂപ്പർലേറ്റീവാണ് എപ്പോഴും താൻ ഉപയോഗിക്കുന്നത്. തൻ്റെ പ്രാർത്ഥന കഷ്ടങ്ങളിൽ പ്രത്യാശയും ധൈര്യവും നൽകുന്നത്, അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതുമായിരുന്നു. റോമർ 1:8-9. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഓരോ വാക്കുകളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ വാക്കുകളും എംഫസൈസ് ചെയ്താണ് അവിടെ പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട്, ഇടവിടാതെ നമ്മളെ കൊണ്ട് ഇതൊക്കുന്നോ പ്രിയപ്പെട്ടവരെ? എനിക്കാണെങ്കിൽ ഇവിടെ ധാരാളം സമയമുണ്ട്, ഒന്നും കുഞ്ഞുങ്ങൾ ചെയ്യാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ സമയമേ ഉള്ളൂ. എന്നാൽ ഞാനിത് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. തനിക്കത് മാത്രമാണ്. താൻ അധ്വാനിച്ച് ജീവിച്ചവനാ. സുവിശേഷ വേല മാത്രമല്ലായിരുന്നു. നമുക്കറിയാം, താൻ അധ്വാനിച്ചാണ് ജീവിച്ചത്. രാപകൽ അധ്വാനിക്കുകയും സുവിശേഷ വേല ചെയ്യുകയും ചെയ്ത ഒരു ദൈവദാസനാണ് പറയുന്നത്, ഞാൻ എപ്പോഴും ഇടവിടാതെ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി യാചിക്കുന്നു. പോയി സുവിശേഷം പറയുക മാത്രമല്ല ചെയ്യുന്നത്, അവരെ അങ്ങ് ഹൃദയത്തിൽ വഹിക്കുകയാണ്. വേറൊരിടത്ത് പറയുന്നല്ലോ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റുന്ന പോലെ. 1 തെസ്സലോനിക്കർ 2:7 വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഉണ്ട്, ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു. ആർദ്രത എന്തുവാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. 2:20 1 തെസ്സലോനിക്കർ 2:7. 2:20 ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. 2:12 അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞും പോന്നു. ഒരപ്പനും അമ്മയുമായിട്ടാണ് സുവിശേഷം പറയുന്നുവെങ്കിലും ഒരപ്പനും അമ്മയുമായിട്ടാണ്, താലോലിക്കുന്ന അമ്മയായിട്ടാണ് അവിടെ ആയിരിക്കുന്നത്. അത് തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ടാണ്, വെറുതെ പറയുകയല്ല. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. ഇനി റോമർ 1:10 വാക്യം ഒന്ന് നോക്കിയാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എനിക്ക് വേറെ ആരുടെയും സാക്ഷ്യം വേണ്ട, എനിക്ക് മനുഷ്യന്റെ പുകഴ്ച വേണ്ട. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ അയ്യോ അവൾ എന്നെ ഒന്ന് പുകഴ്ത്തിയില്ലല്ലോ, ഇതാണ് നമ്മളുടെ ചിന്ത. എന്നാൽ
ഇവിടെ പൗലോസ് നമുക്ക് മാതൃകയാണ്. ദൈവം സാക്ഷി, എനിക്ക് ദൈവം മാത്രമേ സാക്ഷിയായാൽ മതി. എത്ര വലിയ ഇതാണ് അത് നമുക്ക് പ്രായോഗികമാക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര അനുകരണീയമാണ്. നമുക്കറിയാം, പൗലോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ അനുകരിപ്പീൻ. കർത്താവ് കഴിഞ്ഞാൽ പിന്നെ എന്നെ അനുഗമിക്കാൻ പറഞ്ഞ ഒരേ ഒരു വ്യക്തി പൗലോസിന് അത് പറയുവാനുള്ള തൻ്റെ ഇടമുണ്ടായിരുന്നു. തൻ്റെ അവസ്ഥ അതായിരുന്നു. താൻ അതുപോലെയാണ്. നമ്മളിവിടെ പറഞ്ഞല്ലോ, അമ്മ കുഞ്ഞിനെ താലോലിക്കുന്ന പോലെ ഹൃദയത്തിൽ ഇവരെ അങ്ങ് വഹിക്കുകയാണ്. അല്ല സുവിശേഷവും പറഞ്ഞേച്ച് പോയി കിടന്നുറങ്ങുകയല്ല. അത് നമുക്ക് മാതൃകയായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവരുടെ വിശ്വാസം, പ്രത്യാശ, അതിനെക്കുറിച്ച് അത് സന്തോഷിച്ച് അവരെ ബലപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത്, വിശ്വാസികൾക്ക് ലഭിച്ച ദൈവകൃപയിൽ സന്തോഷിക്കുന്ന പ്രാർത്ഥന. വിശ്വാസികൾക്ക്, അതായത് എളിയ ജനത്തോട് സുവിശേഷം പറഞ്ഞ ഒരു വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ദൈവകൃപയിൽ സന്തോഷിക്കുന്നു. പലപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, ഒക്കാത്ത ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ അവർക്കത് ലഭിക്കും. അയ്യോ ഞാനൊന്ന് പിറുപിറുത്തു അല്ലെ ഞാനൊന്ന് അയ്യോ പറഞ്ഞു പോകും, എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു പോകാം. മനുഷ്യനാണ്, കുറ്റം പറയുകയല്ല, ഞാൻ എൻ്റെ കാര്യമാണ്. എന്നാൽ ഇവിടെ അവരെ ഓർത്ത് സന്തോഷിക്കുകയാണ്. കാരണം അവരെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ ഓർത്ത് വിശ്വാസികൾക്ക് ലഭിച്ച ദൈവകൃപയിൽ സന്തോഷിക്കുന്ന പൗലോസ്. 1 കൊരിന്ത്യർ 1:4, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇതിന് കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുക. എപ്പോഴും മറ്റുള്ളവരുടെ നന്മ കണ്ട് സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ? അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ 1 കൊരിന്ത്യർ 1:4 ഞാൻ വായിച്ചത്. അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ അത് വിശദമാക്കുന്നു. എത്ര വിശാലമായ ഒരു മനസ്സാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോസിനുള്ളത്. താൻ എങ്ങനെ എതിരായിട്ടിരുന്നോ അതിന്റെ നേരെ തിരിച്ചു വന്നപ്പോൾ താൻ എത്രമാത്രം വിശാല ഹൃദയനാണ്. ഏത് എളിയവനെയും കർത്താവിങ്കലേക്ക് നയിച്ചിട്ട് അവരെ അങ്ങ് ഹൃദയത്തിൽ വഹിച്ചുകൊള്ളുകയാണ്. പിന്നെ അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. എളിയ വിശ്വാസികളുടെ ആത്മീയ വളർച്ചയിൽ സന്തോഷിക്കുന്ന പൗലോസ്. അവർക്ക് ദൈവകൃപ ലഭിക്കുമ്പോൾ, അവർക്ക് പലവിധമായ ദാനങ്ങൾ ലഭിക്കുമ്പോൾ അവരെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു പൗലോസാണ് നമ്മൾക്ക് മാതൃകയായി ഇന്ന് ഉള്ളത്. അതിന്റെ വിവരിക്കുവാൻ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. 1 കൊരിന്ത്യർ 1. ഇനിയും മൂന്നാമത്തെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ഈ 2 കാര്യങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിൽ അവർക്ക് വിശ്വാസം, പിന്നെ മറ്റുള്ളവരോടുള്ള സ്നേഹം, കൂട്ടു സഹോദരങ്ങളോടുള്ള സ്നേഹം. ഇത് രണ്ടും കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന പൗലോസ്. ഇതാണ് തൻ്റെ സന്തോഷ വിഷയം. ഈ വിശ്വാസവും ഈ സ്നേഹവും അവർക്ക് പകർന്നു കിട്ടിയതും ഈ പൗലോസിൽ നിന്ന് തന്നെയാണ്. താൻ സ്നേഹിക്കുകയും താൻ വിശ്വസിക്കുകയും ചെയ്യുന്ന അവർക്കങ്ങോട്ട് പകർന്നു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അവരതിൽ പടിപടിയായി, അവർക്കൊന്നും ഉള്ളവരല്ലെന്ന് ഓർക്കണം. അവർ ദുർമാർഗത്തിൽ ജീവിച്ചവര്, ദൈവത്തെ അറിയാത്തവര്, വിഗ്രഹാരാധികള്, അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത് ഓർക്കുവാൻ. എന്നാൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വളർത്തി കൊണ്ടുവരികയാണ്. അവരെ സ്നേഹം എന്തെന്ന് അവരെ പഠിപ്പിച്ചു വരികയാണ്. കൂട്ടു സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ അതിന് മാതൃക താൻ മാത്രമാണ്. മാതൃക കാണിച്ചു കൊടുത്തിട്ടാണ് പൗലോസ് ഇതെല്ലാം വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്നത്. നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ, ഓരോ വിഷയങ്ങളോട് നമ്മളെ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. നാം ഇത് പകർന്നു കൊടുക്കുന്നുണ്ടോ? നാം എങ്ങനെയാണ് ആയിരിക്കുന്നത്? ഓരോ കാര്യങ്ങളും ദൈവവചനത്തിൽ കാണുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ, എൻ്റെ ജീവിതമായിട്ട് ഒന്ന്
തട്ടിച്ചു നോക്കുമ്പോൾ അയ്യോ അപ്പോഴേ നമുക്ക് കുറവുകൾ മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാനെല്ലാം ആയല്ലോ, തികഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചു പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് തട്ടിച്ചു നോക്കി നമ്മുടെ കുറവുകളെ ഓരോ കാര്യത്തിലും പരിഹരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. മൂന്നാമത്തെ കാര്യം, കർത്താവായ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. അത് നമ്മളിപ്പോൾ പറഞ്ഞ അതിന്റെ വാക്യം എഫേസ്യർ 1:15-16. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കും. ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് സന്തോഷിച്ച് പോവുകയല്ല. കേട്ടിട്ട് എന്താണ് ചെയ്യുന്നത്? ഇടവിടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കറിയാം, അവർ തെറ്റിപ്പോയി പോകും. അങ്ങനെ വഴുതി പോകാതിരിപ്പാൻ അവരെ ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ വേണ്ടി താൻ ഇടവിടാതെ കണ്ണുനീരൊഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളും ആ മാതൃക നമുക്കും പിന്തുടരുവാനിടയാകട്ടെ. അതാണ് എഫേസ്യർ 1:15-16. അവരുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുടെയോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഈ സമയത്ത് പൗലോസ് ഒന്നുകിൽ തടവിലായിരിക്കും, അല്ലെ ഇവരിൽ നിന്ന് ദൂരെ ആയിരിക്കും. എങ്ങനെയാ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്? ഇന്നത്തെ പോലെ ചെവിയിലെടുത്തു വെക്കാൻ ഒന്നുമില്ല, മൊബൈലില്ല, മറ്റു കാര്യങ്ങളില്ല, ഒരു ഫോൺ വിളിക്കാനില്ല, ഒന്നുമില്ലാത്ത സമയമാണ്. എന്ത് ചെയ്യും? മെസ്സഞ്ചേഴ്സിനെ വിടുകയാണ്. ഒന്നിൽ തിമോഥെയോസിനെ വിടും, അല്ലെ തീത്തോസിനെ വിടും, ആരെയെങ്കിലും വിടുകയാണ്. വിട്ട് ഒരു ലെറ്ററും എഴുതി കൊടുത്ത് അയച്ചു വിട്ട് അവരുടെ വിവരങ്ങൾ അറിയുന്നത് വരെ താൻ പ്രാർത്ഥിച്ച, അയ്യോ ഞാൻ നേടിയെടുത്ത എൻ്റെ ആ ശിശുക്കളായ ദൈവമക്കൾ എവിടെയാണ്, എങ്ങനെയാണ് അവരുടെ അവസ്ഥയെന്ന് തിരക്കുകയാണ്. കാരണം ദുരുപദേശക്കാർ ഇഷ്ടം പോലെയുള്ള ഒരു സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. അടുത്തത്, പ്രാർത്ഥനയില് ഞാൻ ധൃതി വെച്ചാണ് പോകുന്നത്, കാരണം സമയം അത്രയേ ഉള്ളല്ലോ. പ്രാർത്ഥനയിലെ സന്തോഷം ഈ വെറുവെറുപ്പോടെ അല്ല, അല്ലെങ്കിൽ അയ്യോ പ്രാർത്ഥിക്കാതിരിക്കുന്ന എങ്ങനെയാ, അങ്ങനെയൊന്നും അല്ല, എനിക്ക് ഉറക്കം വരുന്നു, ഇതൊന്നുമല്ല. താൻ പ്രാർത്ഥനയിൽ സന്തോഷിക്കുകയാണ്. ഫിലിപ്പിയർ 1:3-6 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാല്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല, ആ വാക്കുകളെല്ലാം നിങ്ങൾ ഓർക്കണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും, പലപ്പോഴും അല്ല, എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഉറപ്പുള്ളവനായിട്ട്, വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിട്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോവുകയല്ല. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അവരെ പിടിച്ചുകൊള്ളും. ഞാൻ അവരിൽ നിന്ന് ദൂരെയാണെങ്കിലും ദൈവം അവരെ പിടിച്ചുകൊള്ളുമെന്നുള്ള ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് മാത്രമായിരുന്നു തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ അങ്ങ് ഹൃദയത്തിൽ വഹിക്കുകയാണ്. ആരോട് സുവിശേഷം പറയുന്നു, അവരെ ഹൃദയത്തിലാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നു. ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നാം നാൾ മുതൽ അവർ വിശ്വസിച്ചു വന്ന ആ ഒന്നാം നാൾ മുതൽ അവരെ പ്രാർത്ഥനയിൽ വഹിക്കുവാൻ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അതാണ് അവരുടെ ബലം. അതുകൊണ്ട് അവർ വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുകയും അവർ ആത്മീയമായി ബലപ്പെടുകയും ചെയ്തു. അവരെ ഓർക്കുന്ന ഒരു പൗലോസാണ് അവരുടെ എല്ലാ കാര്യവും, സകല ഉത്സാഹവും കഴിച്ചാണ് അവരെ നോക്കുന്നത്. എളിയ സഹോദരങ്ങളോടുള്ള കരുതലും സ്നേഹവും അതെത്രയോ വലിയതാണ് പ്രിയപ്പെട്ടവരെ. ഇത് നമുക്കും ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ സ്നേഹവും ഉത്സാഹവും സന്തോഷവും
എത്ര വലുതാണ്, തൻ്റെ ഹൃദയം എത്ര വിശാലമാണ് പ്രിയപ്പെട്ടവരെ. ഇടുങ്ങിയ ഹൃദയം ത്തോടുകൂടി പോയാൽ ഇതൊന്നും നടക്കുകയില്ല. തൻ്റെ ഹൃദയം അങ്ങ് തുറന്നിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. വിശാല ഹൃദയത്തോടുകൂടെ പോയതുകൊണ്ട് കരുണയും സ്നേഹവും ഉത്സാഹവും സന്തോഷവും എല്ലാം അവരെ കുറിച്ച് ഓർക്കുമ്പോഴുണ്ട്. അത് നമുക്കും ഒരു മാതൃകയാക്കാം. ദൈവം എളിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വഹിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാം. മാത്രമല്ല നമ്മളുടെ തലമുറയെ നാം അങ്ങനെ ഓർക്കുന്നു എങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ. നമുക്കിങ്ങനെ ഓർമ്മയുണ്ടോ? നമുക്കിങ്ങനെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ടോ? അവരെ ഹൃദയത്തിൽ നമുക്ക് വഹിക്കാം. എൻ്റെ കുഞ്ഞു മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞു പോലും ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ നാം എല്ലാവരും, നാം ഈ പ്രാർത്ഥനയ്ക്ക് കൂടി വന്നിരിക്കുന്ന നാം എല്ലാവരും ഒന്ന് ഹൃദയത്തിൽ അവരെയൊക്കെ ഒന്ന് വഹിച്ചേ. ഒരിക്കലും ഒന്നാം നാൾ മുതൽ താൻ സുവിശേഷം പറയുന്നു, രക്ഷിക്കപ്പെട്ടു വരുന്നു, പിന്നെ എല്ലാം കഴിഞ്ഞല്ലോ എന്ന് മാറിപ്പോവുകയല്ല. ഒന്നാം നാൾ മുതൽ അവരെ ഈ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ്, അങ്ങനെയുള്ള ഹൃദയവിശാലതയാണ് പൗലോസിനുണ്ടായിരുന്നത്. ദൈവകൃപയിൽ വളർന്നു വരുന്ന അടുത്ത പോയിന്റ്, 5-ാം പോയിന്റ്, ദൈവകൃപയിൽ വളർന്നു വരുന്ന ഏതൊരു വ്യക്തിയെയും തന്നാലാവത് ഉത്സാഹത്തോടെ വളർത്തുവാൻ, പ്രോത്സാഹിപ്പാൻ ഉള്ള പ്രാർത്ഥനയാണ് തൻ്റേത്. അപ്പോൾ അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. അവരെ തളർന്നു പോകരുത്, അവര് ക്ഷീണിച്ചു പോകരുത്, അവര് വളർന്നു വരണം, ആത്മീയമായി വളർന്നു വരണം. അതിനുവേണ്ടി അവർക്ക് വേണ്ടി മുട്ടിന്മേൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന അവരെ ഉത്സാഹിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് മാത്രമാണ് അതിൻ്റെ പൗലോസിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. തനിക്ക് കിട്ടിയതുപോലെ ഉള്ള സുവിശേഷത്താൽ സമ്പാദിച്ച ഏതൊരു വ്യക്തിക്കും, ഏതൊരു വിശ്വാസിക്കും, തലമുറയ്ക്കും പരിശുദ്ധാത്മാവിനാൽ സ്വർഗീയ പിതാവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനുള്ള കൃപ ലഭിക്കണം. അതാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗീയ പിതാവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ. അത് മാത്രം ഈ ലോകത്തിന്റെ പരിജ്ഞാനമല്ല, ജഡത്തിന്റെ ചിന്തകളല്ല, സ്വർഗീയ പിതാവിന്റെ ആ പരിജ്ഞാനത്തിൽ വളരുവാൻ അവരെ പ്രാർത്ഥനയിൽ വഹിക്കുകയാണ്. എഫേസ്യർ 1:16 മുതൽ 19 വരെ. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധാനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അയ്യോ, എത്ര ഇത് എങ്ങനെ വിവരിക്കാൻ നോക്കും എനിക്കറിയില്ല. അതിന് വളരെ സമയം വേണം. എന്നാൽ ഞാനത് വായിച്ച് നമുക്കറിയാമല്ലോ, നമുക്കൊക്കെ കേട്ടാൽ മനസ്സിലാകുന്നതാണ് ഇതിന്റെ ഓരോ വാക്കുകളും. എഫേസ്യ ലേഖനം 1:16 മുതൽ 19 വരെ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ അവരെ ഈ പിതാവ് എങ്ങനെയുള്ളവനെന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് താൻ ഇത് പറയുന്നത്. ഇവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ കണ്ടോ, എനിക്കല്ല, എനിക്ക് കിട്ടിയതുണ്ട്, ഞാനത് പൊതിഞ്ഞു വെച്ച് ഒന്നും നിങ്ങൾക്കാർക്കും തരാതെ ഇരിക്കാനല്ല. കർത്താവേ, എനിക്ക് തന്നിട്ടുണ്ട്, നീ അവർക്കും കൂടെ അത് പകർന്നു കൊടുക്കണമേ. ആ പരിജ്ഞാനം അവർക്ക് കൊടുക്കണം. ആ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ, അയ്യോ, താൻ എങ്ങനെയാണ് പറയേണ്ടത്? കർത്താവേ, ഇത് ആർക്കും കൊടുക്കല്ലേ, ഇത് എനിക്ക് മാത്രം മതി കേട്ടോ, ഞാന് ഇതുകൊണ്ട് അവരെയൊക്കെ ഇത് ചെയ്തു കൊള്ളാം. അല്ല, കർത്താവേ, ആ എളിയ മക്കൾക്കും, എളിയവരാണ്, അവർക്കും ഇത് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തിന്റെ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. അത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. മാത്രമല്ല നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുക്കലൊക്കെ വന്നേക്കുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശം. കാരണം അവർക്ക് പെർസിക്യൂഷനാണ്. അവർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാം. അനേക കാര്യം. കാരണം ഇവരെയും 3 മാസം അവിടെ നിന്നെങ്കിലും ഓടിച്ചു വിട്ടതാണ്. അങ്ങനെ അല്ലെങ്കിൽ ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ തനിക്കറിയാം ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ഹൃദയദൃഷ്ടിയും പ്രകാശിക്കണം. അപ്പോ അവന്റെ വിളിയാലുള്ള ആശ എന്നതൊന്നും ഇനി അതൊക്കെയും വിവരിക്കുവാൻ എനിക്ക് സമയമില്ല. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പയോ. അതങ്ങ് തനിക്ക് പറഞ്ഞിട്ട് അവിടെ അങ്ങ് നിൽക്കുന്നില്ല. താനൊരു പണ്ഡിതനായിരുന്നല്ലോ. എന്നാൽ ആത്മാവിന്റെ നിറവിൽ ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം ഈ സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾക്കും വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന, അത് എനിക്ക് തന്നപോലെ അവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തനാണ് ഈ പൗലോസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം നമ്മളുടെ ഇളം തലമുറയെ അല്ലെങ്കിൽ എളിയ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മളൊരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലേ, ഒക്കെ ഉണ്ട്. എത്ര ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കതാണ് ഓർക്കേണ്ടത്. ദൈവസന്നിധിയിൽ രാപ്പകലില്ലാതെ ഈ പ്രിയദാസനെ പോലെ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്കതൊന്ന് ചിന്തിക്കാം. ഇന്നത്തെ ചിന്ത അത് മാത്രമായിരിക്കട്ടെ. ഇവിടെ ഞാൻ നിർത്തിയ ഒപ്പുള്ളല്ലോ. ഞാൻ നിർത്തിയ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അതെല്ലാം നമുക്കെല്ലാം ചിന്തിക്കുവാൻ കഴിവുള്ളവരാണ്. ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, ഇപ്പോൾ നാമായി അവരെ കൂടെ എൻ്റെ കൂടെ അങ്ങ് ചേർത്തു, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും എഫേസ്യർ 1:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ ഹൃദയ വിശാലത എത്ര വലുതാണ് ദൈവമക്കളെ. നമുക്കും അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്കും അത് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്കും ശ്രമിക്കാം. ഇന്ന് ദൈവജനത്തിന്റെ തോൽവി ഇവിടെയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരാൾ വളരുന്നത് കാണുമ്പോൾ, അവൻ എന്നെക്കാട്ടിൽ ഒരു ചുവട് മുന്നോട്ട് വെച്ചെന്ന് കാണുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും അടിച്ചിടുവാനാണ് നോക്കുന്നത്. അനുഭവസ്ഥയാണ് പറയുന്നത്. അതുകൊണ്ട് അതിനിടയാകാതെ അവരെ കൂടെ വളർത്തുവാൻ ഇന്നത്തെ ഈ ചിന്ത നമുക്കൊക്കെ ഇത് അറിയാവുന്നതാണ്. ആരെയും പുതുതായിട്ട് ഞാൻ പഠിപ്പിക്കുകയല്ല. നമുക്ക് ഒന്നുകൂടി അത് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. നമുക്ക് ദൈവസന്നിധിയിൽ നാം മറ്റുള്ളവരെ വളർത്തുന്നവരോ തളർത്തുന്നവരോ നമ്മെ തന്നെ ശോധന ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നോട്ടം, അല്ലെങ്കിൽ നമ്മളുടെ പ്രകൃതി, നമ്മളുടെ പോക്ക് എല്ലാം ആയിരിക്കാം. ഒരാൾ വളർന്നു വരെ എളിയ വിശ്വാസികളെ വളർത്തുവാനാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ തളർത്തുവാൻ ഒരിക്കലും നമുക്ക് ഇടയാകാതിരിക്കട്ടെ. അതിന് ഈ പഠനത്തിൽ നിന്നും നമുക്ക് ഒന്നുകൂടി ഈ വചനങ്ങളൊക്കെ നമുക്ക് തന്നെ വായിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പൗലോസിന്റെ ഹൃദയ വിശാലതയൊക്കെയും വായിക്കുമ്പോൾ അതിലൊന്നും കമ്പയർ ചെയ്യുവാനില്ലെങ്കിലും ദൈവമക്കളെ 1999 ഞങ്ങള് നല്ല ജോലിയോടെ ഇരിക്കുമ്പോൾ കുവൈറ്റിൽ നിന്നും റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുന്നത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. ഇനിയുള്ള അവസരം
ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഞങ്ങളുടെ ഇളയ മകന്റെ വിദ്യാഭ്യാസം ഒന്നും കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ ഫുളറിയാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ദൈവം തന്ന ആലോചന പ്രകാരം ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനോ നമ്മളെ ഒന്ന് ഒരു പടി മുമ്പോട്ട് വെക്കുവാനോ ആരുമില്ലായിരുന്നുവെങ്കിലും ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിച്ചു. ദൈവം വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ്. ഞങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാനീ പറയുന്ന ഒന്നുമല്ല, ഒരു വലിപ്പം പറയുകയല്ല, ഏറ്റവും എളിമയിൽ പറയുകയാണ്. അങ്ങനെ ചെയ്ത് ഞങ്ങളുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു. യാക്കോബയിൽ നിന്ന് തിരിഞ്ഞു വന്ന ഒരു കുടുംബം ഞങ്ങളെ കണ്ട് ഞങ്ങളോടുകൂടെ ചേർന്നു. ഞങ്ങൾ ഒന്നിച്ച് തിരുവനന്തപുരത്തിന്റെ എല്ലാ റൂറൽ ഏരിയയും, ഞങ്ങൾക്ക് അവിടെ ഒന്നും അറിയത്തില്ല, കടന്നു ചെല്ലുവാൻ പോലും പ്രയാസമുള്ള സ്ഥാനങ്ങളിൽ ചെന്ന് ആ എളിയവരോട്, കാരണം ഞങ്ങൾ സിറ്റിയിലാണ് താമസിക്കുന്നത്, അവിടെയെങ്ങും പറഞ്ഞാൽ ഇതൊന്നും പ്രയോജനപ്പെടുകയില്ല. അവിടെയും എല്ലായിടത്തും ട്രാക്റ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാൽ ആരെങ്കിലും കാണും, നമുക്കറിയത്തില്ല, പുറകിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഈ എളിയവര്, വെറും ഒന്നുമില്ലാത്തവര്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ അവർക്കൊരു വീടില്ല, ചോരുന്ന വീടാണ്, ഇങ്ങനെ അനേക കാര്യങ്ങൾ, രോഗികളുണ്ട്, പല കാര്യങ്ങളാണ്. അതിനകത്ത് ചെന്ന് അവരെ വിളിച്ചിറക്കി സുവിശേഷം അറിയിച്ചിട്ട് അവർ വിശ്വസിച്ചു വരുന്നത്, സന്തോഷത്തോടെ അവർ കേൾക്കുന്നത്, വിശ്വസിച്ചു വരുന്നവരെ കൂട്ടി ബൈബിൾ ക്ലാസ് ഏരിയ വഴി പല ഏരിയകളിൽ എടുത്തും അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒക്കെയും ചെയ്തും അവരെ താങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങൾ 11-12 മണി രാത്രിയാകും തിരിച്ച് കാട്ടുപ്രദേശത്ത് നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ, അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആ പ്രിയ സഹോദരൻ പറയാ, ഇപ്പൊ മൂപ്പന്മാരെല്ലാം കിടന്നുറങ്ങുക എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിൽ വരും. എന്നാൽ ഞാൻ പറയാൻ വന്നതൊന്നുമല്ല, ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അങ്ങ് ഹൃദയത്തിൽ വഹിക്കുവാൻ നമുക്ക്, അതാണ് ഹൃദയത്തിൽ വഹിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും അവരെ മറക്കാനൊക്കില്ല. ഒരു കുഞ്ഞിനെ പോലും ആ കുടുംബങ്ങളിലൊക്കെ ഉള്ളവരെ പേര് പറഞ്ഞ് ഹൃദയത്തിൽ വഹിക്കുവാനും രാപകലില്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അടുത്ത ദിവസം ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്നാണ് പോകുന്നത് അവരെ കാണുന്നത്. ഈ ഒരു ചിന്ത, അതാണ് പൗലോസിന്റെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അതറിയുള്ളൂ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പറയുമ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചെറിയ അംശം, ഒരു 20 വർഷക്കാലം ഞങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യുവാനുള്ള കൃപ അന്നിറങ്ങി തിരിച്ചതുകൊണ്ട് ദൈവം തന്നു എന്നുള്ളത്. അതാണ് ഹൃദയത്തിൽ വഹിക്കുക എന്ന് പറയുന്നത്. എളിയവരെ, വെറും എളിയവരെ, കുഞ്ഞുങ്ങളാർത്തെ അങ്ങനെ വെക്കുവാനിടയായി. ഇന്നത്തെ ഈ പഠനം ദൈവം സഹായിക്കട്ടെ. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്, എനിക്ക് സമയമില്ല. പ്രാർത്ഥനയ്ക്കായിട്ടാണല്ലോ നമ്മൾ കൂടിയിരിക്കുന്നത്. അതിൻ്റെ സമയം അപഹരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനേക വിഷയങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഇരിക്കാം. കേട്ട വചനങ്ങൾ ഒന്നുകൂടി ആ പോയിന്റുകളൊക്കെ പറയണമെന്നുണ്ട്, അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥനയിൽ സഹകരിക്കാം. നമ്മൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തല അണക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഹൃദയത്തെ കേട്ട വചനത്തിന് മുമ്പാകെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, എന്നിലുള്ള കുറവുകൾ മാറ്റിയിട്ട് എനിക്ക് ദൈവസന്നിധിയിൽ പോയിരുന്നു പ്രാർത്ഥിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് ഞാൻ എൻ്റെ എളിയ സഹോദരങ്ങളോട്, തലമുറകളോട് ഇടപെടുന്നതെന്ന് ഓർത്ത് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ മണക്കാം. ദൈവം ഇടയാകട്ടെ. ഇന്ന് ഇങ്ങനെ എനിക്കൊരവസരം തന്ന ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. മാത്രമല്ല, വചനം എന്നെ ഫലമേൽപ്പിച്ച പ്രിയ ഷീബായെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ സഹോദരിയോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്ന ഡാർലി സഹോദരിയും ഷൈനിയും, ഇങ്ങനെ എല്ലാവരെയും ഓർത്ത് പേര് പറഞ്ഞാൽ പലരെയും വിട്ടുപോകും. അതുകൊണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് ഇങ്ങനെ നല്ലൊരു അവസരം നൽകി തന്നു ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെയും വിശ്വസ്തയോടുകൂടെ നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിലും പൗലോസിനെ പോലെ പ്രാർത്ഥനയിൽ ഉത്സുകരായി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാം. സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആമേൻ.
ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷ നമ്മൾ കേൾക്കുവാൻ സഹായിച്ചു. പൗലോസിന്റെ പ്രാർത്ഥന വളരെ വിശദമായ ഒരു പ്രാർത്ഥനയാണ്. അതിനകത്ത് ഓരോ പോയിന്റ് എടുത്ത് പറയണമെങ്കിൽ വളരെ സമയം വേണം. എന്നാൽ സഹോദരി തന്നെ അത് ചെയ്തു. അതിന്റെ കൂടുതൽ വിവരമായിട്ടൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവെ ഈ ശൂലം എന്നിൽ നിന്നും മാറ്റി തരണമെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു, അത് ആ ശൂലം നിനക്ക് തന്നിരിക്കുകയാണ്, എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, നിന്റെ കൃപ എന്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ ഇനി അധികം എന്റെ ബലഹീനയെ സന്തോഷിക്കുമെന്ന് പറഞ്ഞ പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന അനുഭവം നമ്മൾ വളരെ വിശദമായിട്ട് കേട്ടു. 5 പോയിന്റാണ് പറഞ്ഞത്. അതിൽ വളരെ ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് പോലെ, അപ്പൻ തന്റെ മക്കളോട് ഉപദേശിക്കുന്നത് പോലെ, പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ദൈവം എങ്ങനെ അത് സാക്ഷിയാക്കി പറഞ്ഞു എന്നുള്ളത് അനേക സത്യങ്ങൾ പറയുവാൻ സഹായിച്ചു. വിശദമായിട്ട് പറയാൻ സമയമില്ലല്ലോ, നമുക്കിപ്പോൾ പ്രയർ റൂമിലോട്ട് പോകണമല്ലോ. ഇത്രത്തോളം നമ്മളെ സഹായിച്ചു. പിന്നെ ഒരു പ്രത്യേകമായ നിലയിൽ 4-ാമത്തെ പോയിന്റ് പറഞ്ഞത്, ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ സാധിച്ചു ഫിലിപ്പ് ലേഖനത്തില്. അതുപോലെ അവര് ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പിന്നെ പൗലോസ് കാണിച്ചു കൊടുത്തു. പ്രാർത്ഥനയിലുള്ള സന്തോഷം, എപ്പോഴും സന്തോഷിക്കുന്ന ഒരു അനുഭവം പൗലോസിനുണ്ടായിരുന്നു. അതിന് കൂടാതെ സ്വർഗീയ പിതാവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാനുള്ള ആഹ്വാനം തന്റെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് നമ്മളെ എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം നമുക്ക് തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഇനിയും പ്രയർ റൂമിലോട്ട് പോവുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കാരുണ്യവാനും സ്നേഹവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് വളരെയധികം അനുഗ്രഹപ്രദമായി നടക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. അതിനായിട്ട് നന്ദി പറയുന്നു. നെറ്റ്വർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാതെ ദൈവമേ എല്ലാം വളരെ ശരിയായ രീതിയിൽ നടത്താനായിട്ട് സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, ആ ബ്രേക്ക് റൂമിൽ പോയിട്ട് എല്ലാവർക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാം സഹായിച്ചതിനായിട്ടെല്ലാം ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, ദൈവമേ, ഇതുപോലെ എല്ലാ മീറ്റിങ്ങുകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ എല്ലാ സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം ധാരാളമായി അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കുന്നു, വേണ്ടുന്ന എല്ലാ കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് 173-ാമത്തെ പ്രയർ സൂം മീറ്റിംഗ് ആയിരുന്നുവല്ലോ. ദൈവമേ, അതില് ഇൻട്രൊഡക്ഷൻ ചെയ്ത സിസ്റ്റർ ശാന്തമ്മ ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരെയും അങ്ങയുടെ കരത്തിൽ സമർപ്പിച്ചിരിക്കുന്ന കർത്താവേ, ദൈവമേ, അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ തുടർന്നുമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പ്രേസ് ആൻഡ് ഓപ്പനിങ് പ്രയർ ചെയ്ത സിസ്റ്റർ മേരി അബ്രഹാമിനെ ഓർക്കുന്നു. കർത്താവെ, സഹായിക്കണമേ. ദൈവമേ, അവരെയും കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം കൂടെ ഇരിക്കണമേ. ദൈവമേ, അതുപോലെ എൽസി ബേബി സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 പാട്ടുകൾ മനോഹരമായി പാടാനായിട്ട് കൃപ കൊടുത്തു. ദൈവമേ, എത്രത്തോളം പ്രായമായിട്ടും ദൈവമേ, ദൈവവേല നടത്തുന്നതിൽ വളരെയധികം ഉത്സാഹത്തോടുകൂടി ആയിരിക്കുന്നതിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവേ, ദൈവമേ, അതുപോലെ മെസ്സേജ് തന്ന തങ്കമ്മ സാം സിസ്റ്ററെ ഓർക്കുന്നു. അവർക്കും പ്രായമായാലും ദൈവമേ, എത്രത്തോളം ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ദൈവമേ, ഉത്സാഹത്തോടുകൂടി എല്ലാ ശുശ്രൂഷകളും ചെയ്യുന്നുണ്ടല്ലോ. ദൈവമേ, പ്രായത്തിൻ്റെതായ യാതൊരു പ്രയാസങ്ങളൊന്നും കൂടാതെ ദൈവം വഴി നടത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ദൈവമേ, അതുപോലെ ആ നല്ല മെസ്സേജ് ഞങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ ഇടയായി. കർത്താവേ, ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ദൈവമേ കർത്താവിന്റെ കരത്തില് ഇരുന്ന് കർത്താവിൽ വിശ്വസിച്ച് കർത്താവ് ഞങ്ങളെ വഴി നടത്തുമെന്നുള്ള ആ വിശ്വാസത്താൽ ജീവിക്കാനായിട്ട് നമുക്ക് സഹായിക്കുമല്ലോ. അതുപോലെ വിശ്വാസത്തെക്കുറിച്ചും പറഞ്ഞു. ദൈവമേ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം, അവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ദൈവം തങ്കമ്മ സിസ്റ്റർ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, തുടർന്നും സഹോദരിയെ അനുഗ്രഹിക്കണമേ. അതുപോലെ സ്വർഗീയ പിതാവിന്റെ ആ പരിജ്ഞാനത്തിൽ വളരാനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാം അനുഗ്രഹപ്രദമായിരുന്നല്ലോ. ദൈവത്തിന്റെ കൃപയും വിശ്വാസവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, എല്ലാ കൃപയും അനുഗ്രഹവും സൗഖ്യവും എല്ലാം മറ്റുള്ളവർക്കും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്കും അതുപോലെ അവർക്കും കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനും അവരെ വളർത്താനുമായിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന് കേട്ടു. അത് എത്രമാത്രം
ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ദൈവമേ. നമ്മൾ മറ്റുള്ളവരെ തളർത്താതെ വളർത്താനാണല്ലോ നോക്കേണ്ടത് ദൈവമേ. ഈ ഇത്ര നല്ല വചനത്തിനായിട്ട് നന്ദി പറയുന്നു ദൈവമേ. അതുപോലെ എല്ലാ കാര്യങ്ങളും ദൈവമേ ഇവിടെ ഞങ്ങൾ പറഞ്ഞ പോലെ ഈ മെസ്സേജ് എല്ലാം കേട്ട് കർത്താവെ, ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. ഞങ്ങളിൽ കുറ്റങ്ങളും കുറവുകളും എല്ലാം വളരെ ഉണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് അതെല്ലാം അതിജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് ധാരാളമായിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കർത്താവെ. ഈ മീറ്റിംഗ് ഇത്രയും വളരെ മനോഹരമായി നടക്കാനായിട്ട് സഹായിച്ചതിനായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. Thank you, sister, for the closing prayer. ദൈവത്തിന് സ്തോത്രം. എല്ലാം അനുഗ്രഹമായിട്ട് നടത്തിയ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ആമേൻ.